ക്യാബേജും കോളിഫ്ലവറും ഒക്കെ എന്ന് പറയുന്നത് ഏകദേശം ഒരു 90 ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും. നമ്മൾ ലാഭകരമാണോ എന്ന് ചോദിച്ചാൽ ജൈവ കൃഷി ചെയ്യുന്നവർക്ക് ഒരിക്കലും നമ്മളുടെ ഈ കൃഷി ലാഭകരമല്ലായിരിക്കും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കുക. നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു പച്ചക്കറിയും നമ്മളുടെ വീട്ടിൽ നിന്ന് എടുക്കുന്ന പച്ചക്കറികളുമായിട്ട് ഒരുപാട് ടേസ്റ്റിന് പോലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 10 ടൈപ്പോളം വഴുതനയുണ്ട്. വ്യത്യസ്ത 2 മൾട്ടി കളറായിട്ടുള്ളതുണ്ട്, വൈറ്റുണ്ട്, നീളനുണ്ട്. അന്നേരം അതിൻ്റെ ഒന്ന് ഭംഗി ആസ്വദിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ വെറൈറ്റി കളക്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ഒരു നീളൻ വഴുതനയാണ്. കണ്ടില്ലേ, ഇപ്പം തന്നെ കുഞ്ഞു പറിച്ച് നമ്മളുടെ തീർത്തും ജൈവ രീതിയിലുള്ളതായതുകൊണ്ട് ഇങ്ങനെ തന്നെ നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ഇത് ചോളമാണ്. ഇപ്പം ചോളം എന്ന് പറയുമ്പം ഞാൻ ഒരു വലിയ കൃഷിക്കാരിയല്ല, ഞാൻ ഒരേ തരത്തിലുള്ളതല്ല വയ്ക്കാറുള്ളത്. പല വെറൈറ്റീസ് ആയിട്ടുള്ള ചോളങ്ങളാണ് ഇവിടെ നട്ടിരിക്കുന്നത്. എൻ്റെ പേര് സുജാകുമാരി എന്നാണ്. കൊല്ലം ജില്ലയിൽ തെന്മല പഞ്ചായത്തിലാണ് താമസം. ഞാനൊരു ഏകദേശം ഒരു 21 വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ ആ കൃഷി ചെയ്യുന്നത് എൻ്റെ ഒരു പാഷനായിട്ടാണ്. ഇപ്പം ഒരു ഏകദേശം ഒരു 2000-ഓളം ചട്ടികളിലും ഗ്രോ ബാഗിലുമായിട്ട് ടെറസിൽ കൃഷി ചെയ്യുന്നു. അതുപോലെ തന്നെ കൂൺ കൃഷി, പിന്നൊരു ചെറിയൊരു ഗാർഡൻ എന്നിവയെല്ലാം ചെയ്യുന്നുണ്ട്. മധുരക്കിഴങ്ങ് വെറൈറ്റീസാണ്. എല്ലാവർക്കും കാണുമ്പോൾ അയ്യോ ഇതൊരു മധുരക്കിഴങ്ങോ ചീരയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് നമ്മൾ തിരുവനന്തപുരം CTCRIന്ന് കളക്ട് ചെയ്തതാണിത്. ഇതിൻ്റെ കിഴങ്ങാണെങ്കിലും നല്ല ഇതേ കളറാണ്. ഇത് വ്ളാത്താങ്കര ചീര, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വ്ളാത്താങ്കരയിൽ മാത്രമുള്ള ചീരയാണെന്നൊക്കെയല്ലേ പറയുന്നത്. അന്നേരം ഞങ്ങളുടെ കൃഷി ഓഫീസർ എനിക്കതിൻ്റെ വിത്ത് കൊണ്ട് തന്നതാണ്. അങ്ങനെ ഞാൻ കൃഷി ചെയ്ത് നല്ല കളറല്ലേ. നമ്മൾ തോരൻ വെച്ചാലും നമ്മളുടെ ചോറിന് പോലും നമുക്ക് ഇതേ രീതിയിലുള്ള കളറ് കിട്ടും. ഈ ചീര കാണാൻ എന്തൊരു ഭംഗിയാണ്. എനിക്കാണെങ്കിൽ ഇത് മുറിക്കാനേ തോന്നാറില്ല. എപ്പോഴും ഈ ഒരു ഭംഗി ആസ്വദിക്കുന്നതാണ് ഒന്നുകൂടി ഇഷ്ടം. അത് നമുക്ക് മഴവിൽ ചീര എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മയിൽപ്പീലി ചീര എന്നൊക്കെയും പറയും. അതേപോലെ ഇത് റൗണ്ട് ടൈപ്പ് നമുക്ക് സാമ്പാറിനകത്തൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. ഇത് പിന്നെ നമുക്ക് മാലാഹ വഴുതന എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എന്താണെന്ന് വെച്ചാൽ നിറയെ കായ ഉണ്ടാകും, അങ്ങനെയുള്ള വഴുതനയാണ് ഇത്. അതുപോലെ തന്നെ ഇത് ഒരു ഹരിത ഇനം വെറൈറ്റിയാണ്. അത് ഒരു ഗ്രീനിഷ് ഷെയ്ഡായിരിക്കും, നീളൻ ആണ്, പിടിച്ചു വരുന്നതേ ഉള്ളൂ ഇത്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ വരുമ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ നെയിം എഴുതി വെക്കുന്നതാണ്. തക്കാളി വഴുതന കണ്ടില്ലേ, അതിൽ തക്കാളി പോലെ ഇരിക്കുന്നതാണ്. അതേണ്ടേ എല്ലാത്തിനകത്തും ആയി വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ വെറൈറ്റീസ് ആയിട്ടുള്ള വഴുതനകളാണ് ഞാൻ കണ്ടില്ലേ, നിറയെ ചെറിയ ചട്ടിയിലാണെങ്കിലും നിറയെ കായകൾ പിടിച്ച് നിൽക്കുന്നേ. എന്ത് വളമാണ് കൊടുക്കുന്നതിന്? ഞാൻ ഒരു രാസവളങ്ങൾ ഉപയോഗിക്കാറില്ല, പൂർണ്ണമായിട്ടും ജൈവ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ ഔഷധ സസ്യങ്ങൾ. ഈ ടെറസിൽ എന്തൊക്കെ ഇല്ലാത്തെ അതാദ്യം ചോദിക്കട്ടെ. ഇത് എൻ്റെ ടെറസിൽ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇറ്റാലിയൻ തുളസി അതെന്താ സംഭവം? ഇറ്റാലിയൻ തുളസി എന്ന് വെച്ചാൽ ഇത് വിദേശ രാജ്യങ്ങളിൽ ഉള്ളവർ അവരുടെ ഫുഡിനകത്തൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു തരം ചീരയാണ്. ഒരു തരം തുളസിയാണിത്. ഇനി അത് കൂടാതെ നമ്മളുടെ വിക്സ് തുളസി, അത് നമ്മളുടെ ഇലയ്ക്ക് വിക്സിൻ്റെ അതേ മണമാണ്. നമുക്ക് പനിയും ഒക്കെ വരുമ്പോൾ വേണമെങ്കിൽ ആവി പിടിക്കുന്നതിനോ വേണമെങ്കിൽ ഒന്ന് മണപ്പിച്ച് നോക്കിക്കോ. കൃഷിയിലേക്ക് എത്തിയത് ശരിക്കും ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് ചെടികളോടും പൂക്കളോടും ഒക്കെ ഇഷ്ടമായതുകൊണ്ട് ചെടികളൊക്കെ നട്ട് തുടങ്ങി. കല്യാണമൊക്കെ ശേഷം ഹസ്ബൻഡ് കോൺട്രാക്ടറും ഒക്കെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ സിമെന്റ് ചാക്കുകൾ നമുക്ക് കിട്ടുമായിരുന്നു. അന്നേരം ആ സിമെന്റ് ചാക്കിനകത്ത് നമുക്ക് എന്ത് കൊണ്ട് കൃഷി ചെയ്തുകൂടാ എന്ന് വിചാരിച്ച്, അന്ന് നമുക്ക് ഈ പോട്ടി മിക്സ് ഇത്രയൊന്നും അറിയത്തില്ല, മണ്ണ് നിറയ്ക്കുക, കൃഷി ചെയ്യുക.
അങ്ങനെയായിരുന്നു. അന്നേരം അതിൽ നിന്നൊക്കെ നമുക്ക് കൂടുതൽ കൂടുതൽ വിളവുകളൊക്കെ കിട്ടിത്തുടങ്ങി. ഒരു ഏകദേശം ഒരു 21 വർഷമാവുന്നു അങ്ങനെ കൃഷി തുടങ്ങി. ഇപ്പോൾ ഈ നിലയിൽ എത്തി നിൽക്കുന്നു. ഈ നിലയിൽ ഈ ടെറസിന്റെ വെള്ളിൽ തക്കാളി 2 ടൈപ്പ് ഉണ്ട്. സാധാരണ ഒരു തക്കാളിയും കുറ്റി തക്കാളിയും. ഇപ്പം എന്തായാലും നിറയെ കായൊക്കെ പിടിച്ചു കിടക്കുകയാണ്. ഏകദേശം പഴുത്തിട്ടൊക്കെ ഉണ്ട്. വിളവെടുക്കാറായി. ഇല്ല, ഇന്ന് എടുത്തില്ല. ഞങ്ങൾക്ക് വിളവെടുക്കുന്നതിലും പ്രാധാന്യം ഞങ്ങളുടെ കൃഷിത്തോട്ടത്തിൽ വന്നിട്ട് ഇങ്ങനൊക്കെ പറിച്ച് തിന്നുന്നതാണ് ഞങ്ങൾക്കൊരു സന്തോഷം. അതെ. വേണ്ട, ഈ തക്കാളി എന്നാ കഴിച്ചേ. ഇത് എൻ്റെ തോട്ടത്തിൽ വന്ന എൻ്റെ ഹസ്ബൻഡാണ് കൂടുതൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറിച്ച് കഴിക്കാറുള്ളത്. അന്നേരം ഇവിടുന്ന് മിക്കവാറും വയറ് നിറഞ്ഞാ പോകുന്നത്. അന്നേരം നമുക്ക് കഴുകുക പോലും വേണ്ടല്ലോ. അത് മക്കളാണെങ്കിലും എല്ലാം നമുക്ക് സപ്പോർട്ടീവായിട്ടാണ്. പിന്നെ ഹസ്ബൻഡും വന്ന് സഹായിച്ചു തരാറുണ്ട്. മണ്ണ് കൂട്ടുന്നതിനും ഒക്കെ സഹായിച്ചു തരാറുണ്ട്. ഇത് പാലക്കാണ്. നമ്മളുടെ നാട്ടിലൊന്നും ഒരുപാട് പേര് യൂസ് ചെയ്യുന്നില്ല. ഞാൻ വെറൈറ്റി കളക്ട് ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ പാലക്ക് കൃഷി ചെയ്തതാണ്. പക്ഷേ നമുക്ക് പാലക്ക് പനീർ, അതുപോലെ തന്നെ നമുക്ക് ചീര തോരൻ വെക്കുന്ന കൂട്ട് തോരൻ വെക്കാൻ പറ്റും. പിന്നെ പരിപ്പും ഈ പാലക്കും കൂടെ കറി ആയിട്ട് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ് പാലക്ക്. കൃഷി എളുപ്പമാണോ? കൃഷി എളുപ്പമാണ്. നമ്മളുടെ ചീരയുടെ ഏകദേശം ചീരയുടെ പോലെ തന്നെയാണ് കൃഷി രീതികൾ. ഈ ടെറസിൽ കൃഷി സ്ഥലമില്ലാത്തതുകൊണ്ടാണോ? സ്ഥലമില്ലാത്തത് കൊണ്ടല്ല, നമ്മൾക്ക് ഒരുപാട് കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം ടെറസാണ് അനുയോജ്യമെന്ന് തോന്നി. പിന്നെ നമ്മൾക്ക് തനിയെ വന്ന് നമുക്ക് മണ്ണ് നിറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പം ജോലിക്കാരെയൊക്കെ വിളിച്ച് വേണ്ടേ നമ്മൾക്ക് പറമ്പിലൊക്കെ കൃഷി ചെയ്യാനായിട്ട്. അതുപോലെ നമ്മൾ അത്രയും ഒരു കൃഷി ചെയ്താലും നമ്മൾക്ക് കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം നമ്മൾക്ക് ഒന്നും കിട്ടാറില്ല. അന്നേരം അതിന് ഏറ്റവും അനുയോജ്യം നമുക്ക് ടെറസ് കൃഷി തന്നെയാണ്. എൻ്റെ ടെറസിലാണെങ്കിൽ ഞാൻ 1 ഇഞ്ച് സ്ഥലം പോലും വെറുതെ വിട്ടിട്ടില്ല. വേണ്ട, ഈ ഒരു സൈഡിലെല്ലാം ഞാൻ ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ് വെച്ചേക്കുന്നത്. ഇടത് സൈഡിൽ പച്ചക്കറികളെല്ലാം വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞു. ഇതേണ്ട ഇത് പ്ലാവ്, അതേണ്ട മിറാക്കിൾ ഫ്രൂട്ട്. അത് തേണ്ട അപ്പൂപ്പനും മോനും കൂടെ നിന്ന് കഴിക്കുവാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമല്ലോ. മിറാക്കിൾ ഫ്രൂട്ട്സിന്റെ അറിയാമല്ലോ. അന്നേരം അപ്പൂപ്പനും അതില് തേണ്ട നിറയെ കായ്കള് ഉണ്ട്. അപ്പം അപ്പൂപ്പനും മോനും കൂടെ ഇത് കഴിച്ചിട്ട് നാരങ്ങയൊക്കെ കഴിക്കാനുള്ള പ്ലാൻ ആണെന്നാ തോന്നുന്നത്. പിന്നെ പേരയുണ്ട്, മാവ് ഉണ്ട്, അതുപോലെ തന്നെ ഇതെല്ലാം ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഇതുണ്ട്. ഇതിപ്പം നമ്മൾ ഇത് ഒരു മൽബറിയാണ്, ലോങ് ബ്രസീലിയൻ മൽബറി ഇനത്തിൽപ്പെട്ടതാണ്. നല്ല മധുരമാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ഒരാഴ്ചക്കൊക്കെ മുമ്പേ വന്ന് പ്രൂൺ ചെയ്ത് വിട്ടയാണ്. വിട്ടപ്പം ഇതെൻ്റെ നിറയെ മൽബറി പിടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പയറൊക്കെ ഏകദേശം വിളവുകൾ എല്ലാം കഴിഞ്ഞ് അതേണ്ട അത് വിത്തിന് വേണ്ടിയിട്ടൊക്കെ ഇട്ടിരിക്കുന്നതാണ്. നമ്മൾ ഇപ്പം പച്ചക്കറി കൃഷി ചെയ്യുന്നു. അന്നേരം പച്ചക്കറി കൃഷി ചെയ്യുമ്പം നമുക്ക് അതിനോടനുബന്ധിച്ച് നമുക്ക് വളങ്ങൾ വേണം. അന്നേരം എനിക്ക് ഇപ്പം ഒരു പശുവിനെ വേണമെന്ന് വെച്ചാൽ അതിനെ നോക്കാനുള്ളൊരു സൗകര്യമില്ല. അപ്പം കോഴിയാകുമ്പം ആ കോഴിക്കാഷ്ടം നമുക്ക് വളമായിട്ട് ഉപയോഗിക്കുക ഏറ്റവും നല്ലൊരു വളമാണ്. അന്നേരം അതിനെ ബേസ് ചെയ്താകുമ്പം നമ്മൾ പച്ചക്കറി മാത്രമാകുമ്പം നമുക്ക് പച്ചക്കറി മാത്രമേ വീട്ടിൽ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പം കോഴി ഉണ്ടെങ്കിൽ നമുക്ക് മുട്ടയ്ക്ക് പുറത്ത് പോകണ്ട. അതിന് വേണ്ടിയിട്ട് BV3 ഒക്കെ ആകുമ്പോൾ നമുക്ക് അത്ര ഒരു ഇതില്ലല്ലോ. അന്നേരം ഇപ്പം എങ്ങും കാണാത്തതാണ് നാടൻ കോഴികൾ, നമുക്ക് അടയിരിക്കുന്ന കോഴികൾ. അതുപോലെ കുറച്ച് നാടൻ കോഴികളെയാണ് ഞാൻ വളർത്തിയേക്കുന്നത്. എല്ലാവരും നോക്കുന്നുണ്ട്. ഞാൻ തീറ്റ കൊടുക്കുന്ന ആളാകുമ്പോഴത്തേന് നമുക്കൊരു ഇതുണ്ടല്ലോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എൻ്റെയൊക്കെ ഒരു ചെറുപ്പത്തിൽ തന്നെ നമ്മൾ മുട്ട അടവയ്ക്കുക, വിരിയിച്ചിറക്കുക, അതിനെ നോക്കുക എന്നൊക്കെയുള്ള ഒരു ഇതുണ്ടായിരുന്നല്ലോ. ഇനിയുള്ള തലമുറകൾക്കാണെങ്കിലും ഇതൊക്കെ അന്യം നിന്ന് പോയൊരു കാര്യമാണ്. നമ്മുടെ കോഴി വളർത്തൽ, കോഴി കുഞ്ഞുങ്ങളെ കാണുമോ. അപ്പം എൻ്റെ വീട്ടിലെ കുഞ്ഞുമോൻ ഇതെല്ലാം കണ്ട് വളരട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ അതിനും കൂടിയാണ് ഇത് നമ്മളുടെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ കോഴിയെയും
എല്ലാം കൂടി വളർത്തുന്നത്. നമ്മളുടെ ഈ അവാർഡുകൾ നമുക്ക് കൊച്ചു കൊച്ചു അവാർഡുകളാണ് കിട്ടുന്നതെങ്കിലും നമ്മളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ അവാർഡുകളായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അവാർഡുകൾ കിട്ടുമ്പോൾ ഞാൻ ഒരു കുഞ്ഞു കൃഷിക്കാരിയായിരുന്നു. ഇപ്പോഴും ഒരുപാട് വലുതൊന്നല്ല. ഞാനൊരു 10 ചട്ടിയോ ഗ്രോ ബാഗോ ഒക്കെ കൃഷി ചെയ്യുമ്പോൾ എനിക്കൊരു ചെറിയ അവാർഡ് കിട്ടുമ്പോൾ ആ 10 എന്നുള്ളത് ഞാനത് അടുത്തൊരു അവാർഡ് കുഞ്ഞ് അവാർഡാണെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചൊരു 100 ചട്ടിയിലേക്ക് മാറി. അങ്ങനെ ഇപ്പം ഓരോ അവാർഡുകളും ഈ ഇരിക്കുന്നതെല്ലാം എനിക്ക് കിട്ടിയിട്ടുള്ള ചെറിയ ചെറിയ അവാർഡുകളാണ്. അന്നേരം അങ്ങനെ ഏകദേശം ഇപ്പം ഒരു 2000 ചട്ടികളിൽ കൃഷി ചെയ്യുന്നു. ഇനിയും കൂടുതൽ ഇതിലും കൂടുതൽ കൃഷി ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹവും. ഓക്കെ, അപ്പോൾ അവാർഡുകൾ തേടി എത്തും. അങ്ങനെയാണല്ലോ നമ്മളുടെ മുന്നോട്ട്. എന്തായാലും നമ്മൾ തുടങ്ങി വെച്ചതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തണമല്ലോ. പൂർണ്ണതയിലെത്തണമെങ്കിൽ നമ്മൾ ഒട്ടും പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെ.